അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ഈ കാണുന്നത് 366 വക മൗലിദ് കിതാബാണ്. അപ്പോൾ ഒരുപാട് പേജുകളുള്ള വലിയൊരു ബുക്കാണ്. അപ്പോൾ നമുക്കറിയാം റബീഉൽ അവ്വൽ മാസമാണ്. ഒരുപാട് മൗലിദുകളൊക്കെ പല ഭാഗങ്ങളിലും പള്ളികളിലും മദ്രസകളിലും വീടുകളിലുമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നൊരു മാസമാണ്. ഇപ്പം മാത്രമല്ല, ഇനി വരുന്ന മാസം മുഹൈദ്ദീൻ ഷെയ്ഖിൻ്റെ ആണ്ട് ആയി ബന്ധപ്പെട്ടിട്ട് അടുത്ത ഒരു മാസവും ഇതുപോലെ തന്നെ നിരവധി മൗലിദ് സദസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ 366 വക മൗലിദ് എന്ന് പറഞ്ഞത് മർക്കസിലെ അബ്ദുൽ അസീസ് സഖാഫിയാണ് ഇതിൻ്റെ പ്രകാശനം നിർവഹിച്ചത്. അപ്പോൾ ആധികാരികമായിട്ട് ഉള്ള ഒരു മൗലിദ് കിതാബാണ് എന്നർത്ഥം. അപ്പോൾ ഇതിൽ എല്ലാം ഉണ്ട്, ഒരുപാട് മൗലിദുണ്ട്. മൊയ്തീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖിൻ്റെത്, അതുപോലെ മങ്കൂസ് മൗലിദ്, ഷറഫലനാം മൗലിദ്, അങ്ങനെ തുടങ്ങിയിട്ട് സലാം ബൈത്ത് എല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ആ കൂട്ടത്തിൽ സിദ്ദീഖ് മൗലിദ് ഉണ്ട്. സിദ്ദീഖ് മൗലിദ് എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദാണ്. അപ്പോൾ ഈ പറയുന്നതൊക്കെ ഈ മൗലിദ് കിതാബുകൾ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ മദ്ഹാണ് എന്നാണല്ലോ പൊതുവേ പറയാറുള്ളത്. മദ്ഹ് എന്ന് പറഞ്ഞാൽ പ്രകീർത്തനം എന്നാണ് അർത്ഥം. അപ്പോൾ നബിയെ പ്രകീർത്തിക്കുന്ന പദ്യ ഗദ്യ ഭാഗങ്ങൾ, അതുപോലെ തന്നെ മൊഹീദ്ദീൻ ഷെയ്ഖിനെ പ്രകീർത്തിക്കുന്നത്, റിഫായി ഷെയ്ഖിനെ പ്രകീർത്തിക്കുന്നത്, അതുപോലെ ഫാത്തിമ മൗലിദുണ്ട്. അങ്ങനെ ഒരുപാട് മൗലിദുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മൗലിദാണ് സിദ്ദീഖ് മൗലിദ്. അപ്പോൾ ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ മൗലിദും ആരെക്കുറിച്ചാണോ അവരെ പ്രകീർത്തിക്കുന്ന കാര്യങ്ങൾ എന്നാണ് പറയുക. ഇതിൽ തന്നെയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ഇസ്തിഗ്ഫാർ തേടുന്ന വരികൾ, നബിയോട് രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്ന വരികളൊക്കെ ഈ മൗലിദ് കിതാബ് തന്നെയാണുള്ളത്. അതേപോലെ തന്നെ മൊഹീദ്ദീൻ ഷെയ്ഖിനോട് നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് നേരിട്ട് പ്രാർത്ഥിക്കുന്ന വരിയുള്ളതും ഇതേ കിതാബിൽ തന്നെയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ സിദ്ദീഖ് മൗലിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രകീർത്തിക്കുന്ന, അദ്ദേഹത്തിൻ്റെ മദ്ഹ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മൗലിദാണ്. അപ്പോൾ ഇതിലൊരു സംഭവമുണ്ട്. ഈ കഥ ഒരു കള്ളക്കഥ. ഈ കഥയിൽ ഇവർ നബിയെ ഒരു കളവ് പറയുന്ന വ്യക്തിയാക്കിയിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് രസകരമായതും അതേപോലെ തന്നെ ഒരു വിശ്വാസിക്ക് ചിന്തിക്കാനുള്ളൊരു കഥയാണ്. അപ്പോൾ ഞാനത് ഈ മൗലിദിലുള്ള ആ ഭാഗം നിങ്ങളിതിൽ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. വായിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഏതായിരുന്നാലും ആ ഭാഗം ഞാനിങ്ങനെ വായിക്കുകയാണ്. അന്നഹു ജാഅത്ത് ഇംറഅത്തും മിനൽ അൻസ്വാരി, അൻസാറികളിൽപ്പെട്ട ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ഫഖാലത്ത്, എന്നിട്ട് അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, റഅയ്തു ഫിൽ മനാമി കാന നഖ്ലത്തില്ലത്തി ഫി ദാരി ഖദ് വഖഅത് വ സൗജി ഫി സഫർ. അവർ പറയാണ്, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. എൻ്റെ വീടിനോട് ചാരത്തുണ്ടായിരുന്ന ഒരു ഈത്തപ്പന മരം, അത് എൻ്റെ വീടിൻ്റെ മേലേക്ക് മറിഞ്ഞ് വീണതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. വ സൗജി ഫി സഫർ, എൻ്റെ ഭർത്താവ് വീട്ടിലില്ല, അദ്ദേഹം ഒരു യാത്രയിലുമാണ്. അപ്പോൾ എനിക്കാകെ ഒരു ഭയം വന്നിട്ട് ഞാൻ ബേജാറായി. അപ്പോൾ അതാണ് അങ്ങയുടെ അടുത്തേക്ക് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്വപ്നത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, യജിബു അലൈക്ക് സ്വബർ, നിങ്ങൾ ക്ഷമിക്കണം. ഫലൻ തെജ്തമിഇ ബിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവുമായിട്ട് ഇനി പരസ്പരം കാണാൻ കഴിയില്ല, നിങ്ങൾ പരസ്പരം ഇനി സന്ധിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് പറഞ്ഞു കൊടുത്തത്. ഇത് കേട്ടപ്പോൾ ഫഖറജത് ഇംറഅത്തുൻ ബാക്കിയ, ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് അവിടുന്ന് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പുറപ്പെട്ടു. അങ്ങനെ പോകുന്ന വഴിക്ക് ഫറഅത്ത് അബാബക്രിൻ ഫി ത്വരീഖ്, വഴിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഈ സ്ത്രീ കാണുന്നു. ഫ അഖ്ബറത്ഹു മാ റഅത്ഹു ഫിൽ മനാമി, അവർ കണ്ടിരിക്കുന്ന ആ സ്വപ്നത്തെക്കുറിച്ച് അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ലം തദുക്കുർ ലഹു മാലഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച കാര്യവും നബി പറഞ്ഞ മറുപടി ഒന്നും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഈ സ്ത്രീ പറഞ്ഞില്ല. അത് മറച്ച് വെച്ചുകൊണ്ട് അബൂബക്കറിനോട്
പിന്നെ ഈ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. ഫഖാല ലഹ, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് പറഞ്ഞു, ഇദ്ഹബി ഫഇന്നക്കി തജ്തമിഈന ബിഹി ഫി ഹാദിഹി ലൈല, നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോളൂ, പേടിക്കാനൊന്നുമില്ല, ഇന്ന് രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായിട്ട് കാണും, സന്ധിക്കും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ സ്ത്രീയോട് പറഞ്ഞു. ഫദഖലത്ത് ഫി മൻസിലിഹ, അങ്ങനെ ആ സ്ത്രീ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. വഹിയ മുത്തഫക്കിറത്തുൻ ഫി ഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഖൗലി അബീ ബക്രിൻ, അങ്ങനെ അവർക്ക് ആകെ ഒരു ചിന്താ കുഴപ്പമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് പറഞ്ഞു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വിപരീതവും പറഞ്ഞു. രണ്ടാളും പറഞ്ഞത് വൈരുദ്ധ്യമാണല്ലോ എന്നതിൽ അവർക്കിങ്ങനെ ആകെ ഒരു ചിന്തയായി. ഫലമ്മ ജന്ന അലൈഹൽ ലൈലു ഫഇദാ ബി സൗജിഹ ഫി ദാരിഹ, അപ്പോൾ അന്ന് രാത്രി തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഭർത്താവ് വീട്ടിലെത്തി. അവർ പരസ്പരം കാണുകയും അവർക്കൊരുമിച്ച് തന്നെ ജീവിക്കാവുന്ന സന്ദർഭം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഫദഹബത്ത് ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ സൗജിഹ, ഈ സ്ത്രീ തൻ്റെ ഭർത്താവിനെയും കൂട്ടിയിട്ട് നേരെ നബിയുടെ അടുത്തേക്ക് പോയി. അപ്പം ഭാര്യയും ഭർത്താവിനെ ഒരുമിച്ച് കണ്ടു നബി. അപ്പം നബി ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞത് പരസ്പരം കാണൂല എന്നാണല്ലോ. എന്നിട്ട് അവർ രണ്ടാളും ഒരുമിച്ചാണല്ലോ വരുന്നത്. ഫനവറ ത്വീല, അപ്പം നബി ഇങ്ങനെ ചിന്താനിമഗ്നനായിക്കൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഫജാ ജിബ്രീലു അലൈഹിസ്സലാം, അപ്പോൾ ജിബ്രീൽ അവിടത്തേക്ക് സന്നിഹിതരായിട്ട് കാല നബിയോട് പറയുകയാണ്, യാ മുഹമ്മദേ അല്ലദീ ഖൽബഹു ഹുവൽ ഹഖ്, ഇത് അങ്ങയുടെ കൽബിലുള്ളത് എന്താണോ അതാണ് സത്യം. വലാക്കിൻ ലമ്മ കാല അബൂബക്രിൻ ഇന്നക്കി തജ്തമിഈന ബിഹി, അവരോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്, നിങ്ങൾ ഇന്ന് തന്നെ പരസ്പരം കണ്ടുമുട്ടും എന്നാണല്ലോ പറഞ്ഞത്. ഇസ്തഹിയല്ലാഹു മിൻ അൻ യജ്രിയ അല ലിസാനിഹി, അദ്ദേഹത്തിൻ്റെ അബൂബക്കറിൻ്റെ നാവിലൂടെ കളവ് പുറത്തേക്ക് വരുന്നതിനെ അള്ളാഹു ലജ്ജിക്കുന്നു. അല ലിസാനിഹിൽ കദിബ്, അദ്ദേഹത്തിൻ്റെ നാവിലൂടെ കള്ളം പുറത്തു വരുന്നതിന് അള്ളാഹുവിന് ലജ്ജയുണ്ട്. കാരണം ലി അന്നഹു സിദ്ദീഖും ഫി ദുനിയ വൽ ആഖിറ, അദ്ദേഹം ദുനിയാവിലും ആഖിറത്തിലും സിദ്ദീഖാണല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന് അദ്ദേഹത്തിൻ്റെ നാവിലൂടെ കളവ് വരുന്നതിന് ലജ്ജയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് പറഞ്ഞു എന്നാണ് ഈ 366 മൗലിദിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കള്ള വാറോല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം നിങ്ങൾ നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ കളവ് വന്നാൽ കുഴപ്പമില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിലൂടെ കളവ് വരുന്നതിൽ അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ് ഈ കള്ളക്കഥയുടെ ക്ലൈമാക്സ്. ഇത് വായിക്കുന്ന ഇത് ചൊല്ലുന്ന ആളുകൾ എന്തോ മഹത്വമുള്ള കാര്യമാണ് എന്ന് കരുതിയിട്ടാണല്ലോ ചൊല്ലുന്നത്. കാരണം ഇത് ചൊല്ലുന്നവർക്കോ ചൊല്ലിക്കൊടുക്കുന്നവർക്കോ സമസ്തക്കാരുടെ പള്ളിയിൽ ജുമുഅ ഖുത്ബ കേൾക്കുന്നത് പോലെ തന്നെ എന്താണ് ഈ പറയുന്നത് എന്നറിയില്ലല്ലോ. റബീഉൽ അവ്വൽ മാസത്തിൽ കണ്ണ് നിറയുന്ന, കൽബ് കുലുങ്ങിപ്പോകുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെക്കുറിച്ചുള്ള ഖുത്ബയാണ് റബീഉൽ അവ്വൽ മാസത്തിൽ സമസ്തക്കാരുടെ പള്ളികളിൽ ഓതുന്ന ഉപാധി ഖുത്ബയിലുള്ളത്. അവരുടെ എല്ലാ ഖത്തീബുമാരും ആ മിമ്പറിൽ വെച്ച് പറയുന്നത് നബിയുടെ വഫാത്തിനെക്കുറിച്ചാണ്. ഒരിക്കലും അവരുടെ ഖുത്ബയിൽ നബിയുടെ ജന്മദിനത്തെക്കുറിച്ച് ഒരക്ഷരം, ഒരു വാക്ക് പരാമർശം പോലും ഈ നുബാത്തി ഖുത്ബയിലില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ, ഈ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലുള്ളൊരു മാസത്തിലാണ് വഫാത്തായത് എന്നാണ് പറയുന്നത്. അതല്ലാതെ ഇതുപോലുള്ളൊരു മാസത്തിലാണ് ജനിച്ചത് എന്ന് ഇതിൽ പറയുന്നില്ല. എന്നിട്ട് മരണത്തെക്കുറിച്ചും നബി മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മരണം എന്തായാലും ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെ, ഇത് കേട്ടിട്ടും ആളുകൾക്ക് അറിയില്ലല്ലോ ഇന്നതാണ് പറയുന്നത് എന്ന്. ഈ നബി പള്ളിയിൽ വന്നിട്ട് ജുമുഅ ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ ഇങ്ങനെ കേട്ട് 2 റക്അത്ത് ജുമുഅ നമസ്കരിച്ച് പുറത്തിറങ്ങിയിട്ടാണല്ലോ ഇവർ ആഘോഷിക്കുന്നത്. അപ്പോൾ അവർക്കറിയില്ലേ ഖുത്ബയിൽ പറഞ്ഞത് എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെയാണ് ഈ മൗലിദ് കിതാബിലുള്ള ഈ ഭാഗവും അങ്ങനെ തന്നെയാണ്. അവർക്കറിയില്ല എന്താണ് ഈ പറയുന്നത് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ കളവ് വന്നാൽ അള്ളാഹുവിന് ലജ്ജയില്ല.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിലൂടെ കളവ് വരുന്നതിൽ അള്ളാഹു ലജ്ജിക്കുന്നു എന്നുള്ള ഒരു കള്ള വാറോല കഥയാണ് ഈ കിതാബിലുള്ള ഒരു ഉദ്ധരണി. ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്നുള്ള നിലക്ക് മാത്രം ഈ സംഭവം ഇവിടെ ഉദ്ധരിച്ചതാണ്. പിന്നെ ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇന്നക്കലാ തഹ്ദീമൻ അഹബബ്ത വലാക്കിന്നല്ലാഹു യഹ്ദീ മൻ യശാ എന്നാണല്ലോ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ വേണ്ടുകയുണ്ട് എങ്കിൽ, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ട് എങ്കിൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ ഈ മൗലിദ് കിതാബുകളുടെ എന്താണ് എന്ന് ഒരു സത്യവിശ്വാസിക്ക് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഈ സംഭവം തന്നെ മതിയാകും എന്നുള്ളത് കൊണ്ടാണ് ഇതിവിടെ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒന്ന് പരാമർശിച്ചത്. അപ്പോൾ ഇത് പരമാവധി ആളുകൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് ഈ ഒരു സംഭവം, ഇതിൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങൾ ഇതിൽ ഷെയർ ചെയ്തുകൊണ്ട് എത്തിച്ചു കൊടുക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.